അപ്പോൾ വീണ്ടും സ്പോക്കൺ ഇംഗ്ലീഷ്. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തന്നെ സ്വരങ്ങളുടെ ഒരു അറേഞ്ച്മെൻറ്റ്സും സ്വരങ്ങളുടെ മോഡുലേഷനും അതിനെ പറ്റിയെല്ലാം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രമാദമായിട്ട് വേണ്ടത് വവൽ സൗണ്ട്സാണ്. അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ദേ ആർ ദ ബ്യൂട്ടി ഓഫ് ദിസ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അല്ല, അതിൻ്റെ സംസാരത്തിലുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത് ദീസ് ആർ ദ ലിറ്റിൽ വൺസ്. 12 ഉണ്ട് വവൽ സൗണ്ട്സ്. ഏതാണ് 12 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് ഏറ്റവും എളുപ്പം വേദന വരുമ്പോൾ നമ്മൾ കുറച്ച് സ്വരങ്ങൾ ഉണ്ടാക്കാറില്ലേ, ആ ഈ ഓ ഓ എന്നീ സ്വരങ്ങൾ. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അത് വവൽ സൗണ്ട്സ്. ബട്ട് ഈ സൗണ്ട്സ് നമുക്ക് കുറച്ചൊന്ന് ഡ്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ സ്നേഹം പാക്ക് ചെയ്യാൻ പറ്റും അതിനകത്ത്. ലവ്, വി ക്യാൻ ജസ്റ്റ് പാക്ക് ദ ഇമോഷൻ ഓഫ് ലവ് ഇൻ ദിസ് വവൽ സൗണ്ട്സ്. ഇപ്പോൾ ഒരാളോട് പറയണമെങ്കിൽ ഹായ് വാട്ട്സ് യുവർ നെയിം കണ്ടോ, അങ്ങനെ പറയുന്നപ്പോൾ നമ്മൾക്ക് പറഞ്ഞു വന്നത് ബ്യൂട്ടി വന്നു. കൊച്ചുകുട്ടികളോട് അങ്ങനെ ചോദിക്കുക, വാട്ട്സ് യുവർ നെയിം, അങ്ങനെ ചോദിക്കുക. കുറച്ചും കൂടി സീരിയസ് വലിയ ആളുകളോട് പ്ലീസ് വാട്ട്സ് യുവർ നെയിം പ്രീ. പിന്നെയും കുറച്ചുകൂടി വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്ക് ഡു യു പ്ലീസ് ടെൽ മീ യുവർ നെയിം പ്രീ ഉണ്ട്. അപ്പോൾ അങ്ങനെയായി. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ സ്വരങ്ങളെല്ലാം കൂട്ടിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ